നിങ്ങളിൽ പലരും ഹൊറർ മൂവികൾ കാണുന്നവരും സ്റ്റോറികൾ കേൾക്കുന്നവരുമായിരിക്കാം. സിനിമകളെ വെല്ലുന്ന രീതിയിലുള്ള ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആൻഡ് സ്റ്റിൽ ഈ ഡേറ്റ് വരെ ആ ഒരു കേസ് അൺസോൾവ്ഡ് മിസ്റ്ററി ആയി തന്നെ നിലനിൽക്കുന്നു. ഈ സംഭവം നടക്കുന്നത് നമ്മുടെ അയൽ രാജ്യമായ ചൈനയിലാണ്. ഓൺ 14th November 1995 ചൈനയുടെ ബീജിംഗ് സിറ്റിയിൽ നിന്ന് ഒരു സിറ്റി ബസ് ഫ്രാങ്ക്ടൺ ഹിൽസ് എന്ന സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. സോ ബീജിംഗ് സിറ്റിയിൽ നിന്ന് ഫ്രാങ്ക്ടൺ ഹിൽസിലേക്കുള്ള ദൂരം വെറും 16 കിലോമീറ്ററുകൾ മാത്രമാണ്. ഈ ഒരു ദൂരം കവർ ചെയ്യാനായി ബസ്സിന് ആവശ്യമായത് മാക്സിമം 1 മണിക്കൂറാണ്. 375 എന്ന നമ്പർ ആയിരുന്നു ഈ റൂട്ടിൽ ഓടുന്ന ബസ്സുകൾക്കുണ്ടായിരുന്നത്. സോ 14th November 1995 രാത്രി ഏകദേശം 11 മണിക്ക് ബസ് നമ്പർ 375 അതിന്റെ ലാസ്റ്റ് സ്റ്റോപ്പായ ഫ്രാങ്ക്ടൺ ഹിൽസിലേക്ക് പുറപ്പെടുന്നു. ആ ദിവസം ആ റൂട്ടിൽ ഓടുന്ന അവസാന ബസ്സായിരുന്നു ഇത്. ഇൻ കേസ് ഫ്രാങ്ക്ടൺ ഹിൽസിലേക്ക് പോകുന്ന ആരെങ്കിലും ഈ ഒരു ബസ്സിനെ മിസ് ചെയ്താൽ രാവിലെ വരെ യാതൊരു വാഹനവും അവർക്ക് കിട്ടുകയില്ല. കാരണം ഫ്രാങ്ക്ടൺ ഹിൽസിലേക്ക് പോകുന്ന വഴി അത്രയും ഭയാനകമായിരുന്നു. ചുറ്റിലും കാട് നിറഞ്ഞ ഈ വഴി രാത്രിയിൽ ഒരാൾ പോലും അതിലൂടെ പോകാൻ വേണ്ടി ധൈര്യപ്പെടൂല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബസ് ഒഴിച്ച് ഒരാളെ പോലും ആ വഴിയിൽ കാണാൻ സാധിക്കുകയില്ല. സോ രാത്രി 11 മണിയോടെ ബീജിംഗിൽ നിന്ന് ഈ ഒരു ബസ് പുറപ്പെടുമ്പോൾ ആ ഫസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ 4 പേർ ഈ ബസ്സിൽ കയറുന്നു. അതിൽ ഒരു കപ്പിൾസും ഒരു ചെറുപ്പക്കാരനും ഒരു വയസ്സായ ആളും ഉണ്ടായിരുന്നു. സോ ഈ 4 പേരും ബസ്സിൽ കയറി. ആ ഒരു കപ്പിൾസ് ഡ്രൈവറിന്റെ പിന്നിലുള്ള സീറ്റിൽ ഇരുന്നു. ആ വയസ്സായ വ്യക്തി സീനിയർ സിറ്റിസണിനുള്ള സീറ്റിൽ തന്നെ ഇരുന്നു. ആ വയസ്സായ വ്യക്തിയുടെ പിൻ സീറ്റിൽ ആ ചെറുപ്പക്കാരനും ഇരുന്നു. അങ്ങനെ ബസ് സഞ്ചരിക്കുകയാണ്. നവംബർ മാസം, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. റോഡെല്ലാം മഞ്ഞുകൊണ്ട് പുതച്ചതുപോലെ ഉണ്ടായിരുന്നു. ചെറുതായി മഴ പെയ്തുകൊണ്ടിരുന്നു. കൂടാതെ ഈ ബസ്സിൽ മൊത്തം ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 6 പേരുണ്ടായിരുന്നു. അങ്ങനെ ബസ് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. സിറ്റിയുടെ ബോർഡറും താണ്ടി ഗാർഡ് സെക്ഷനിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ആ യുവജോഡികൾ അവരുടെ സ്റ്റോപ്പ് എത്തുകയും ഇറങ്ങിപ്പോവുകയും ചെയ്തു. അവരെയും ഇറക്കി ബസ് മുന്നോട്ട് പോകുന്നു. എന്നിട്ട് ഗാർഡ് സെക്ഷനിലേക്ക് എൻട്രി ആകുന്നു. കണ്ടക്ടർ ഡ്രൈവറിന്റെ അടുത്ത് പോയി അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. ആ വയസ്സായ വ്യക്തി കാടിന്റെ സൗന്ദര്യം ആസ്വദിച്ച് യാത്ര ചെയ്യുകയായിരുന്നു. അയാളുടെ പിന്നിലുള്ള ചെറുപ്പക്കാരൻ ഉറങ്ങുകയായിരുന്നു. സോ ഗാർഡ് സെക്ഷനിൽ സാവധാനം പോയിക്കൊണ്ടിരുന്ന ബസ്സിലേക്ക് ദൂരെ നിന്ന് ആരോ ഒരാൾ കൈ കാണിക്കുന്നു. ഡ്രൈവർ ഇതും കണ്ട് പേടിച്ച് ഇത് കൊള്ളക്കാരായിരിക്കുമെന്ന് ഭയന്ന് ബസ്സിന്റെ സ്പീഡ് കൂട്ടുന്നു. പക്ഷേ കണ്ടക്ടർ ഇവർ പാവം ബസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നടന്നു കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കും, മഴയും പെയ്യുന്നുണ്ട്, ബസ് നിർത്താൻ പറയുന്നു. പക്ഷേ ബസ്സിന് കൈ കാണിച്ചതാണെങ്കിൽ 2 പേര്, ബസ്സിലേക്ക് കയറിയതോ 3 പേര്. ആ 3 പേരെയും കാണാൻ വളരെ സ്ട്രേഞ്ച് ആയി തോന്നുന്നുണ്ടായിരുന്നു. കാരണം അവർ 208ാം രാജവംശകാലത്തെ പോലെ പഴയ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നതായി പറയുന്നു. പച്ച, നീല നിറങ്ങളിൽ പഴകിയ വസ്ത്രങ്ങൾ, ദാരിദ്ര്യവും അപരിചിതത്വവും നിറഞ്ഞതുപോലെ. കൂടാതെ ആ 3 പേരിൽ ഒരാൾ കൂടുതൽ ക്ഷീണിച്ചതുപോലെ, തീരെ എനർജി ഇല്ലാത്തതുപോലെ മറ്റു 2 പേരുടെ തോളിൽ കൈയിട്ട് താങ്ങി നിൽക്കുകയായിരുന്നു. ഓക്കെ, അവർ ബസ്സിൽ കയറി. കണ്ടക്ടർ ടിക്കറ്റ് കൊടുത്തു. ടിക്കറ്റ് വാങ്ങിച്ച് നേരെ ബസ്സിലെ അവസാനത്തെ സീറ്റിൽ പോയിരിക്കുന്നു. അങ്ങനെ ആ ബസ് സാവധാനം ഗാർഡ് സെക്ഷനിൽ മുന്നോട്ട് ചലിക്കുകയാണ്. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മഴ കൂടുതൽ പെയ്യുന്നുണ്ടായിരുന്നു. ബസ് കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിച്ചു. അപ്പോഴാണ് ബസ്സിലുണ്ടായിരുന്ന വയസ്സായ വ്യക്തി അയാളുടെ പിൻസീറ്റിലുണ്ടായിരുന്ന ചെറുപ്പക്കാരനെതിരെ ആക്രോശിക്കാൻ തുടങ്ങി. ഇവരുടെ ഈ കോലാഹലങ്ങൾ കണ്ട് കണ്ടക്ടർ മുന്നിൽ നിന്നും പിന്നിലേക്ക് ഓടിയെത്തി. അവരോട് എന്ത് പറ്റിയെന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ ആ വയസ്സായ വ്യക്തി പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ എന്റെ ബാക്ക് സീറ്റിൽ ഇരുന്ന് എന്റെ പേഴ്സ് മോഷ്ടിച്ചിരിക്കുന്നു. ഞാൻ എന്തിനാണ് നിങ്ങളുടെ പേഴ്സ് മോഷ്ടിക്കുന്നത്? അതിന്റെ ആവശ്യം എനിക്കില്ല എന്ന് ആ ചെറുപ്പക്കാരനും പറഞ്ഞു. പക്ഷെ ആ വയസ്സായ വ്യക്തി ഇവൻ തന്നെയാണ് എന്റെ പേഴ്സ് മോഷ്ടിച്ചതെന്ന് വാശിയോടെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. കണ്ടക്ടർ 2 പേരെയും സമാധാനപ്പെടുത്താൻ നോക്കിയാലും 2 പേരും അടങ്ങിയിരുന്നില്ല. 2 പേരും പരസ്പരം വാക്തർക്കം തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം സഹികെട്ട് കണ്ടക്ടർ പറഞ്ഞു, ഈ തർക്കം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ 2 പേരെയും കാടിന് നടുവിൽ ഇറക്കി വിടേണ്ടി വരും. അതിനാ വയസ്സായ വ്യക്തി, എന്നാൽ നിങ്ങൾ ഇറക്കി വിടൂ, ഞാൻ ഇവനെ കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ, എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ, ഇവിടെ തന്നെ ഇറക്കി വിടൂ, ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഈ തർക്കം ഇങ്ങനെ തുടരുന്നത് കണ്ട് കണ്ടക്ടർ ദേഷ്യപ്പെട്ട് 2 പേരെയും അവിടെ തന്നെ ബസ്സിൽ നിന്നിറക്കി. എന്നിട്ട് ബസ് മുന്നോട്ട് പോയി. ബസ്സിൽ നിന്നിറങ്ങിയ ചെറുപ്പക്കാരൻ തന്റെ അടുത്തുള്ള വയസ്സായ വ്യക്തി ഒഴിച്ച് ഒരാളെയും കണ്ടില്ല. മുന്നിലും പിന്നിലും എത്ര ദൂരെ കണ്ണോടിച്ചു നോക്കിയാലും ഒന്നിനെയും കാണാൻ സാധിച്ചില്ല. ഇത് കണ്ട ആ ചെറുപ്പക്കാരൻ വയസ്സായ വ്യക്തിക്ക് നേരെ വീണ്ടും ആക്രോശിച്ചു. നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തി കാരണം നമ്മൾ 2 പേരും കാടിന്റെ നടുവിൽ ഇറങ്ങേണ്ടി
പറയേണ്ടി വന്നു. നിങ്ങളുടെ പർസ് ഞാൻ എടുത്തിട്ടില്ല എന്ന് എത്ര വട്ടം പറഞ്ഞു? എനിക്കതിന്റെ ആവശ്യവുമില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമെന്നല്ല പറഞ്ഞത്, എന്നാൽ ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അതുവരെ നല്ല ദേഷ്യപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന വയസ്സായ വ്യക്തി ഇപ്പോൾ വളരെ സമാധാനത്തോടെ ചെറുപ്പക്കാരനോട് ഒരു കാര്യം പറഞ്ഞു. എന്നോടുള്ള ദേഷ്യം മാറ്റിവെച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു നോക്ക്. ശരിയാണ്, നീ എന്റെ പർസ് മോഷ്ടിച്ചിട്ടില്ല, ആ കാര്യം എനിക്കും അറിയാം. ഇങ്ങനെ കള്ളം പറഞ്ഞ് ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയത് നമ്മുടെ നല്ലതിന് വേണ്ടി തന്നെയാണ് എന്ന് ആ വയസ്സായ വ്യക്തി പറഞ്ഞു. ഇത് കേട്ട് വീണ്ടും ദേഷ്യപ്പെട്ട ആ ചെറുപ്പക്കാരൻ ഈ കാടിന് നടുവിൽ ഇറക്കിയതാണോ നല്ല കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് സത്യമാണ്. ബസ്സിൽ അവസാനം കയറിയ 3 പേരെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെ കണ്ട് നിനക്ക് വല്ല സ്ട്രേഞ്ചായി തോന്നിയോ എന്നറിയില്ല, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നി. കൂടാതെ ഞാൻ അവരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവരുടെ കാലുകൾ നിലത്തില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അവർ മനുഷ്യരെ അല്ല, അവർ ഭൂതങ്ങളാണ്. അതുകൊണ്ടാണ് നീ എന്റെ പർസ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയത്. ഇത് കേട്ട ആ ചെറുപ്പക്കാരൻ അമ്പരന്നു പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബസ് കണ്ടക്ടറെയും ഡ്രൈവറെയും രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാരോട് നടന്ന സംഭവങ്ങൾ വിവരിച്ചു കൊടുത്തു. ആ ബസ്സിൽ 3 പ്രേതങ്ങളുണ്ടെന്നും ബസ്സിലെ ഡ്രൈവറിനും കണ്ടക്ടറിനും ജീവൻ ഭീഷണിയുണ്ടെന്നും പോലീസുകാരോട് പറഞ്ഞു. നിങ്ങൾ അവരെ രക്ഷിക്കണമെന്നും സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനൊന്നും വിശ്വസിച്ചില്ല. ആ വയസ്സായ വ്യക്തിയെയും ചെറുപ്പക്കാരനെയും ഈ ഇല്ലാ കഥകൾ പറഞ്ഞ് ആരെയും പേടിപ്പിക്കാതെ നേരെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ അവർ പറഞ്ഞതിനെ വിശ്വസിക്കാത്തതിൽ സങ്കടപ്പെട്ട് നേരെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം, അതായത് 15 നവംബർ 1995 ഒരു വാർത്ത വന്നു. ബീജിംഗിൽ നിന്നും പുറപ്പെട്ട ലാസ്റ്റ് ബസ് 375 അതിന്റെ ഡെസ്റ്റിനേഷനായ ഫ്രാങ്ക്ടൺ ഹിൽസിലേക്ക് എത്താതെ മിസ്സിംഗ് ആയിരിക്കുകയാണ്. കൂടാതെ അത് എങ്ങോട്ട് പോയി എന്നതിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഇതിനുശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആ ചെറുപ്പക്കാരനെയും ആ വയസ്സായ വ്യക്തിയെയും വിചാരണ ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. അപ്പോഴും ഈ 2 പേര് പറയുന്നത് ഇന്നലെ പറഞ്ഞത് തന്നെയായിരുന്നു. ഞങ്ങൾ 2 പേരും ആ ബസ്സിൽ പ്രേതത്തെ കണ്ടു. അതിനെ ശ്രദ്ധിച്ച ഈ വയസ്സായ വ്യക്തി ഞാൻ അയാളുടെ പർസ് മോഷ്ടിച്ചെന്നാരോപിച്ച് പ്രശ്നമുണ്ടാക്കി എന്നെയും കൂട്ടി ബസ്സിൽ നിന്നിറങ്ങി. സോ ഞങ്ങൾ ബസ്സിൽ നിന്നിറങ്ങിയതിന് ശേഷം ആ ബസ് എങ്ങോട്ട് പോയി എന്നോ ബസ്സിന് എന്ത് സംഭവിച്ചെന്നോ ഞങ്ങൾക്കറിയില്ല. ഇതിനെ തുടർന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അതിന്റെ അടുത്ത ദിവസം, അതായത് 16 നവംബർ 1995 മിസ്സിംഗ് ആയിരുന്ന ബസ് നമ്പർ 375 ഡെസ്റ്റിനേഷനിൽ നിന്നും 100 കിലോമീറ്റർ അപ്പുറത്ത് ഒരു തടാകത്തിൽ നിന്ന് കണ്ടെത്തി. കൂടാതെ ആ സ്ഥലത്ത് നിന്നും പോലീസിന് 5 ഡെഡ് ബോഡികളും കിട്ടി. അതിൽ 2 കണ്ടക്ടറിന്റെയും ഡ്രൈവറിന്റേതുമായിരുന്നു. ബാക്കി 2 അൺഐഡന്റിഫൈഡ് ബോഡികളായിരുന്നു. ഇവിടെ സ്ട്രേഞ്ച് ആയ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഡ്രൈവറിന്റെയും കണ്ടക്ടറിന്റെയും ബോഡിക്ക് കമ്പയർ ചെയ്താൽ ബാക്കിയുള്ള 3 ബോഡികളും കൂടുതൽ ദ്രവിച്ചു പോയിരുന്നു, അഴുകിയ നിലയിലായിരുന്നു. 48 മണിക്കൂറിന് മുമ്പ് മരിച്ചുപോയ ഒരാളുടെ ഡെഡ് ബോഡി അങ്ങനെ അഴുകിപ്പോകാൻ സാധ്യത തീരെ ഇല്ല. മറ്റൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം, ആ ബസ് നമ്പർ 375 പോവേണ്ട ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വെറും 16 കിലോമീറ്റർ ദൂരെയുള്ള ഫ്രാങ്ക്ടൺ ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു. പക്ഷെ അതിനെ കണ്ടെടുത്തിരിക്കുന്നത് എവിടെയോ 100 കിലോമീറ്റർ അപ്പുറം ഒരു തടാകത്തിൽ നിന്നാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 100 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കാനുള്ള ഡീസൽ ഈ ബസ്സിൽ ഉണ്ടായിരുന്നില്ല. സോ അത്രയും ദൂരം ഡീസൽ ഇല്ലാതെ ഈ ബസ് എങ്ങനെയാണ് സഞ്ചരിച്ചത്? ഇതിനെ കണ്ടെത്താൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ ആ ബസ്സിന്റെ ഡീസൽ ടാങ്ക് പരിശോധിച്ചു. ആ ഒരു ഫ്യൂൾ ടാങ്ക് രക്തം കൊണ്ട് നിറഞ്ഞിരുന്നു. ഇത് കണ്ടപ്പോൾ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘവും അതിശയിക്കുകയും ഭയപ്പെടുകയും ചെയ്തു. ഈ സംഭവം കേട്ടതിന് ശേഷം ഗാർഡ് സെക്ഷനിൽ യാത്ര ചെയ്യാൻ തീർച്ചയായും എല്ലാവരും ഭയപ്പെടും. സോ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.